അപ്പോൾ നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ തൈരും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെള്ളം കൂടെ ചേർത്തിട്ട് ആ വെള്ളത്തിലോട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതേപോലെ വരഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ഓവർനൈറ്റ് ഞാൻ ഇട്ടു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ എല്ലുള്ള പീസ് ഉപയോഗിച്ചാലും നന്നായിരിക്കും. ഏറ്റവും നല്ലത് എല്ലുള്ള ചിക്കൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പിള്ളേർ കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ തൈരിൽ ഇതുപോലെ ഓവർനൈറ്റ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരിൽ ഇട്ട് വെക്കാൻ പറയുന്നത്. ഓവർനൈറ്റ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ എൻ്റെ തൊണ്ട പോയി കിടക്കുക, ഭയങ്കര കോൾഡാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ ഓൺ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അല്പം മാത്രം ഇഞ്ചിയും, ഞാനിവിടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, അതും രണ്ടും ഇട്ട് കൊടുക്കാം. ചെറുതായി ഒരു കളർ മാറുന്ന വരെ ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചതച്ച മുളക് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇതൊക്കെ ചെറിയ തീയിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കണം. ഇതിനു മുമ്പ് ഞാൻ ഒരു ഫുൾ ചിക്കൻ ഗ്രിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ സോസ് തന്നെയാണിത്. പക്ഷെ ഞാൻ ഈ സോസിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം വ്യത്യാസം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം, കാരണം മാരിനേറ്റ് ചെയ്യാനും ഈ സോസ് വേണം, പിന്നെ അവസാനവും സോസ് വേണം. ഇനി ഇതിലോട്ട് നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പും ഷുഗറും വിനീഗറിന്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. നല്ല സ്പൈസിയാണ്. കുറച്ച് ഉപ്പിടാം, ഒരല്പം മാത്രം പഞ്ചസാര. ഇതിൽ പുളി ഉണ്ട്, എന്നാലും 2 തുള്ളി വിനീഗറും കൂടെ ഒഴിക്കാം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എല്ലാം മുന്നോട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിന്റെ സോസ് ഒന്ന് മാറ്റി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യുന്ന സോസിലോട്ട് കുറച്ചും കൂടെ ഉപ്പും പുളിയും കൂടെ ഒഴിക്കും. ആദ്യം കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സോസൊക്കെ നന്നായിട്ട് കുക്കാവട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് തിക്കാവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഗ്രിൽഡ് ചിക്കൻ ഏത് തരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഈ സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സോസ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീഡിയോ കണ്ടുള്ളവർക്ക്, പഴയ വീഡിയോ കണ്ടുണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ രുചിച്ച് നോക്കാൻ മറക്കരുത്. ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം ഞാൻ മാറ്റി വെക്കുകയാണേ. ഇത് നമുക്ക് അവസാനം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ മുക്കി കഴിക്കാനും ഈ സോസ് വേണം. ഓക്കെ, ഞാൻ ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാം. ഞാനൊരു സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ടുണ്ട്. ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കാം. നോർമലി ഞാൻ ചെയ്യുമ്പോൾ ഇത്ര വലിയ പീസസ് ആക്ച്വലി ഞാൻ ഗ്രില്ല് ചെയ്യാൻ എടുക്കാറില്ല. ചെറിയ ചെറിയ പീസസ് ആണ് എടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ടൊക്കെ പിടിക്കും. വലിയ പീസ് ആകുമ്പോൾ ഉള്ളിലോട്ട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വലിയ പീസായിട്ട് ചെയ്യുന്നത്. എപ്പോഴും ഇത് നല്ലോണം വരയാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഉള്ളിലോട്ടൊന്നും പിടിക്കില്ല. അതിലോട്ട് നമ്മൾ ഈ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സോസിലോട്ട് ഞാൻ ഒരല്പം കൂടിയിട്ട് ഉപ്പും വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം അത് ഉള്ളിലോട്ട് പിടിക്കേണ്ടതാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ സോസ് പോയി നല്ല എരിവും പുളിയൊക്കെ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചേർത്തു മാത്രം കേട്ടോ. ചിക്കനിലോട്ട് നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ സോസ് പുരട്ടി കൊടുക്കാം. 20 മിനിറ്റെങ്കിലും മിനിമം വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവനിൽ ഗ്രില്ല് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കടായിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കടായിൽ വെച്ച് ചെയ്യാം, കുക്കറിൽ വെച്ച് ചെയ്യാം. പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്ത് പോയാലും നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കടായിൽ അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെയിം മസാല ഉണ്ടാക്കിയ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഓയിലും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ തന്നെ കിടന്ന് നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്.
അടച്ചു വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. നോക്കിക്കേ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഫുള്ളായിട്ട് വെള്ളം ഇറങ്ങും. ഇനിയും കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്. അതിന് ശേഷം വേണം, നന്നായി കുക്കായതിന് ശേഷം മാത്രം വെള്ളം വറ്റിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ മറക്കരുത്. ഇപ്പൊ നോക്കൂ, ചിക്കനിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര കുക്കായെന്ന് നോക്കണം. അപ്പോൾ ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് കുത്തി നോക്കട്ടെ. കുക്കായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണേ. അതുകൊണ്ട് നന്നായി കുക്കായിട്ടുണ്ട്. ഉള്ളിലോട്ട് ഫോർക്ക് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ചിക്കൻ ബ്രസ്റ്റിനേക്കാളും എല്ലുള്ള ചിക്കനാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ കുട്ടികളുള്ളവർക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും കുറച്ചും കൂടെ നേരം, ഒരു 10 മിനിറ്റ് കൊണ്ട് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കണേ. ഈ ഗ്രേവി നന്നായി വറ്റിച്ച് ഇതിലൊക്കെ ഇങ്ങനെ പരണ്ടതിന് ശേഷം നമുക്കിതിനെ ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ വളരെ അല്പം മാത്രം എണ്ണ തൂക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ആവുന്ന വരെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങിട്ടോ. ഇനി നമുക്കൊരു അല്പം മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഡ്രിസിൽ ചെയ്യാം. നല്ലെണ്ണയാണെങ്കിലും അല്ലാതെ ചില സാധാരണ ഓയിലാണെങ്കിലും ഒലിവ് ഓയിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. അത് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. അതും വളരെ കുറച്ച് മാത്രം മതി. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പിന്നെ ഒരു ഗ്രില്ലിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാ സോസും നല്ലോണം പിടിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ. പിന്നെ നിങ്ങൾക്ക് സാധാരണ ബാർബിക്യൂ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഹണി ഗ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ, ഹണി വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഗ്ലേസ് ആയിരിക്കും നമ്മുടെ ചിക്കനൊക്കെ. അങ്ങനെയും ചെയ്യാം. ഞാൻ നമ്മുടെ സോസ് പാനിൽ നിന്ന് ചിക്കൻ്റെ പീസ് മാറ്റിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 4 എണ്ണം വെച്ച് ആദ്യം ഗ്രില്ല് ചെയ്യുക. അതിനുശേഷം പിന്നെ വീണ്ടും നമുക്ക് മറ്റേ പീസും ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോസിൻ്റെ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അതിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് എത്ര ഗ്രില്ല് ചെയ്യണം അതിനനുസരിച്ച് വേണം തിരിച്ചും മറിച്ചിടാൻ കേട്ടോ. ഓവർ കരിയിക്കണ്ട. എന്നാലും ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓൾറെഡി നന്നായി കുക്കായതാണ്. ഇത് ഇത്രയും മതി കേട്ടോ. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ മറ്റേത് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പീസസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നോക്കൂ കുട്ടികളെ, നമ്മുടെ മൊത്തം ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അവസാനം എൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ചും കൂടെ സോസ്, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അവനിൽ വെച്ചും ഈവൻ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എയർ ഫ്രയർ എൻ്റെ അടുത്ത് ഇല്ലാത്തവരും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് വീട്ടിലുള്ള അതിനനുസരിച്ച് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് ചെറിയൊരു സാലഡും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള കുക്കുംബർ സാലഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനും കുക്കുംബറിന്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കുക്കുംബറാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ഉണ്ടാവും. തണുത്തിരിക്കുന്ന കുക്കുംബറാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തിരിക്കുന്ന കുക്കുംബറാണെങ്കിലും കുറച്ച് നേരം ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഹാഫായിട്ട് മുറിച്ചതിന് ശേഷം തിന്നായിട്ട് മുറിക്കാം മാക്സിമം. എന്നിട്ട് വീണ്ടും ഈ രൂപത്തിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഞാൻ ഒരു 4 കുക്കുംബർ മുറിച്ച് വെക്കട്ടെ. ഇപ്പോൾ കുക്കുംബർ അരിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാണേ. ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ട്. ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇത് ഞാൻ പീൽ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പീലർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള സ്ലൈസസ് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെയ്താലും മതി. അങ്ങനെ നമ്മുടെ ക്യാരറ്റും പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കും. എനിക്കിവിടെ നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത മാങ്ങയാണേ. അത് നമുക്ക് വളരെ നൈസാക്കി അരി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പച്ചമാങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈവൻ കുക്കുംബർ മാത്രം വെച്ചിട്ടുണ്ടാക്കാം. ഭയങ്കര പുളിയുള്ള മാങ്ങനെങ്കിൽ എടുക്കണ്ട. ചെറിയൊരു മധുരമുള്ള ഇതുപോലത്തെ മാങ്ങനെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള സോസ് റെഡിയാക്കാം. സോസ് എന്നൊന്നും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. പാത്രത്തിലോട്ട് നമുക്ക് 2 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളി, അത് ഓപ്ഷനിലാണ്. ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വൈറ്റ് വിനീഗർ. ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങയുടെ പകുതി കേട്ടോ. നമുക്ക് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒന്നില്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഏതെങ്കിലും ഒന്ന്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രുചിച്ച് നോക്കുക. അതായത് എരിവും ഉപ്പും മധുരവും പുളിയുള്ളൊരു സംഭവം കേട്ടോ. ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഞാൻ പറഞ്ഞ പോലെ നല്ല പുളിയുള്ളതാണെങ്കിൽ ഉപയോഗിക്കേണ്ട. ഇത് രണ്ടും മാത്രം മതി. അല്ലെങ്കിൽ കുക്കുംബർ മാത്രം മതി. നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് രുചിച്ച് നോക്കിയിട്ട് എന്താണ് കുറവെന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 5 മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നേക്കാളും തൊട്ട് മുമ്പ് ഉണ്ടാക്കിയാൽ മതിയിട്ട്. അല്ലെങ്കിൽ ആ ഫ്രഷ്നെസ് ഉണ്ടാവില്ല. ഞാൻ രുചിച്ച് നോക്കട്ടെ. കുക്കുംബർ കഴിക്കാത്ത ആൾക്കാർ പോലും ഇത് കഴിച്ചു പോകും. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രുചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പെർഫെക്റ്റ് ആണ്. പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്.
അപ്പോൾ അവസാനം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കപ്പലണ്ടി പൊടിച്ചത് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാഷ്നട്ട് അണ്ടിപ്പരിപ്പ്. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പാണ്, അതായത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ഇങ്ങനെ ജസ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കും സെർവ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, അതൊന്ന് ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കനും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്തു. നമ്മുടെ സാലഡും ഗ്രിൽഡ് ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടുകൂടി സെർവ് ചെയ്യണം കേട്ടോ. കാരണം തണുക്കും തോറും അറിയാലോ ചിക്കനൊക്കെ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ട് മാറും, സോഫ്റ്റ്നെസ് കുറയും. അതുകൊണ്ട് ചൂടുള്ള സമയത്ത് സെർവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആദ്യം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പോലും അവനിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നോളൂ ഉൾവശം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് ലെവൽ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം തണുത്തു, കാരണം ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സമയം എടുത്തു. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജ്യൂസി ആയിരിക്കും. പിന്നെ സാലഡിൽ ഞാൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മാതൃനാരങ്ങയുടെ അല്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം മാത്രം ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഇട്ടതാണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.